2020 കോവിഡ് വരുന്ന സമയം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20% മുകളിലായിരുന്നു. ആ പടം 2 വർഷമുള്ളൂ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20% താഴെ പോയിട്ടുള്ളൂ. അതും ഏകദേശം 19% 18% മുകളിലായിട്ടാണ് ആ 2 വർഷങ്ങളിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20ക്ക് മുകളിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ സ്റ്റോക്കിന്റെ പ്രൈസ് നോക്കിയാൽ 30%ഓളം CAGR അവർ എല്ലാ വർഷവും തന്നിട്ടുണ്ട്. 30%. അതിനുശേഷം നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ലാസ്റ്റിലത്തെ ഒരു 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഈ ഒരു പേസിലൊന്നും അല്ല ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പല പല റീസൺസ് ഉണ്ട്. എന്നാലും നമ്മൾ കൃത്യമായിട്ട് എൻ്റെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ഇവരുടെ ലോൺ ബുക്കിന്റെ സൈസ് കൂടിയിട്ടുണ്ട്. 2, ഇവർ HDFC ലിമിറ്റഡുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മെർജ് ചെയ്ത സമയത്ത് HDFC ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു NBFC ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്, പക്ഷേ മോർഗേജ് ലോണുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് പലിശയും കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ആൾക്കാരോട് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇവരുടെ ഈൽഡ് മൊത്തത്തിൽ കമ്പനിയുടെ കുറയും. കാരണം ഓവറോൾ ഈ 2 ബിസിനസ്സോട് മെർജ് ചെയ്യുന്ന സമയത്ത് ഈൽഡ് മൊത്തത്തിൽ കുറയും. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഇവരുടെ നിംസും കുറയും. നിംസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, ഈ കൊടുക്കുന്ന ലോണും ഇവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന അതിന് കൊടുക്കേണ്ടി വരുന്ന പലിശയും. സോ ഇതിന്റെ ഡിഫറൻസ് ആണ് നിംസ് എന്ന് പറയുന്നത്. അപ്പൊ നിംസും കുറയും. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, HDFC ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു NBFC ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിപ്പോസിറ്റ്സ് അധികം സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. RBIയുടെ ഗൈഡ് ലൈൻ ഉണ്ട്, ഇവർ ഡിപ്പോസിറ്റ് ബുക്ക് ഗ്രോ ചെയ്യാതെ ചുമ്മാ ലോൺ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോ തന്നെയുണ്ട്. സോ അവർ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന എമൗണ്ടിനെ കഴിഞ്ഞ് കുറച്ച് താഴെയായിരിക്കണം ഇവർ ലോണുകൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ HDFC ലിമിറ്റഡുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷം ഇവരുടെ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ 100-നൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ അത് അവർക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവർ ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോൺ ബുക്കിൽ ഇവർക്ക് ആ ഒരു പഴയ ഒരു പേസിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ ബുക്കിനെ ഇവർ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവർ വീണ്ടും ക്യാപിറ്റൽ റൈസ് ചെയ്യേണ്ടതായിട്ട് വരും, ഡിപ്പോസിറ്റ് റൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോൺ ബുക്കിന്റെ ഗ്രോത്തിനെ ഇവരൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർ മാക്സിമം ഡിപ്പോസിറ്റിനാണ് ഗ്രോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2023 ശേഷം ഈ HDFC ലിമിറ്റഡ് മെർജ് ചെയ്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അതാണ്. അതിന് മുമ്പ് നോക്കിയാൽ തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20%-നൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ആ നമ്പേഴ്സ് എല്ലാം ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് HDFC ബാങ്കിന്റെ കഴിഞ്ഞ ഒരു 10-18 വർഷത്തെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത്, ഇയർ ഓൺ ഇയർ ഉള്ള ഗ്രോത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്താണ്. നമുക്ക് 2010 തൊട്ടുള്ള ഡേറ്റ നോക്കിയാൽ 2010 ഏകദേശം 28% അവർ ഗ്രോ ചെയ്തിരിക്കുന്നത്. അവരുടെ ലോൺ ബുക്കിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് ആണ് 28%. അതിന് മുമ്പിൽ ഇവർക്ക് മെർജർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2010 തൊട്ടുള്ള ഫൈനാൻഷ്യൽ ഇയറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. 28%, 26%, 21, 21 ഓൾമോസ്റ്റ് 22, 23, 26, 20, 27 ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ FY 27-ലാണ് ഒരു 19%, FY 28-ൽ 18%. അതിനുശേഷം 2019 ആയ സമയത്ത് 24%, ഈ കോവിഡിൻ്റെ വർഷം 2020-ൽ 21% അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്. ഈ 2 വർഷം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും അവർക്ക് 20%-ന് മുകളിലായിരുന്നു ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് എടുത്ത് നോക്കിയാൽ 20%-ന് മുകളിലായിരുന്നു അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഫിഗേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 തൊട്ട് നോക്കിയാൽ 14% ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്, അതിനുശേഷം 11%,